കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് മാറുകയാണ്. ഇത്തവണ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് BJP-യിലേക്കാണ്. 2021 9 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ NDAക്ക് ഇത്തവണ നിയമസഭയിലേക്ക് പാലം കടക്കാൻ കഴിയുമോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയ ചരിത്ര വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അന്ന് രണ്ടാമതെത്തിയ ആ 9 മണ്ഡലങ്ങളിൽ ഇത്തവണ എന്ത് സംഭവിക്കും? BJP-ക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ? നമുക്ക് പരിശോധിക്കാം. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, മലമ്പുഴ, ചാത്തന്നൂർ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ ഈ 9 മണ്ഡലങ്ങളിലായിരുന്നു കഴിഞ്ഞ തവണ BJP രണ്ടാമതെത്തിയത്. ഇതിൽ പലയിടത്തും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതോ അല്ലെങ്കിൽ വളരെ അടുത്തോ എത്തിയിട്ടുണ്ട് എന്നത് മുന്നണികളെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ BJP-യുടെ വോട്ട് ഗ്രാഫ് ഉയരുകയാണ്. 2016 രണ്ടാം സ്ഥാനത്തെത്തിയ 7 മണ്ഡലങ്ങളിലും കൂടിയ വോട്ടോടെ രണ്ടാം സ്ഥാനം നിലനിർത്താൻ 2021 BJP കഴിഞ്ഞു. 2016 ഒന്നാമതായിരുന്ന നേമത്ത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എന്നാൽ ആറ്റിങ്ങലിൽ 3-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് കുതിക്കാനും BJP കഴിഞ്ഞു. ഇത്തവണ മാറാത്തത് മാറും എന്ന ശക്തമായ മുദ്രാവാക്യവുമായാണ് BJP വോട്ട് ചോദിക്കുന്നത്. 2016 നേമം ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് BJP-ക്ക് 50,000-ലേറെ വോട്ട് നേടാൻ കഴിഞ്ഞത്. എന്നാൽ 2021 5 വോട്ട് 50,000-ന് മുകളിലായി. നേമത്ത് കുമ്മനം രാജശേഖരൻ 51,888, മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ 65,013, കാസർഗോഡ് K. ശ്രീകാന്ത് 50,395, മലമ്പുഴയിൽ C. കൃഷ്ണകുമാർ 50,200, പാലക്കാട് E. ശ്രീധരൻ 50,220 എന്നിങ്ങനെയാണിത്. തൃശൂർ സുരേഷ് ഗോപി 40,457, ചാത്തന്നൂർ BB ഗോപകുമാർ 42,090, കഴക്കൂട്ടം ശോഭ സുരേന്ദ്രൻ 40,193 എന്നിവിടങ്ങളിൽ വോട്ട് 40,000 കടന്നു. ഈ മണ്ഡലങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. 17 സീറ്റുകളിലാണ് BJP സ്ഥാനാർത്ഥികൾക്ക് 30,000 വോട്ട് ലഭിച്ചത്. ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, ഷൊർണൂർ, മണലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കോന്നി, ചാത്തന്നൂർ, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട എന്നിവിടങ്ങളിലാണ് 30,000 വോട്ട് കിട്ടിയത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ 4 ഇടങ്ങളിലാണ് BJP രണ്ടാമതെത്തിയത്. ഇവിടെ ഇത്തവണ 2 സീറ്റുകളെങ്കിലും ലഭിക്കുമെന്നാണ് BJP ക്യാമ്പ് അവകാശപ്പെടുന്നത്. തലസ്ഥാന നഗരത്തിൽ BJP-യുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നേമം തന്നെയാണ്. 2021 നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയാണ് BJP ഇത്തവണ രംഗത്തിറക്കിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലെ മുന്നേറ്റം വട്ടിയൂർക്കാവിലും അനുകൂല തരംഗമുണ്ടാക്കുമെന്നാണ് BJP വാദം. പാലക്കാട് മെട്രോമാൻ E. ശ്രീധരൻ ഉയർത്തിയ ഓളം ഇത്തവണ ശോഭ സുരേന്ദ്രനിലൂടെ നിലനിർത്താനാണ് BJP ശ്രമം. എതിർ സ്ഥാനാർത്ഥികൾ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകർ അല്ല എന്നതും നിലവിലെ MLA-ക്കെതിരെയുള്ള കേസുകളും നേട്ടമാക്കുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. മലമ്പുഴയിൽ C. കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ നേടിയ 50,000 മുകളിലുള്ള വോട്ടുകൾ ഇത്തവണയും ആവർത്തിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. പലതവണ കപ്പിനും ചുണ്ടിനുമിടയിൽ സുരേന്ദ്രൻ നഷ്ടമായ മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇത്തവണ ഇവിടെ ജയം ഉറപ്പാണെന്നാണ് K. സുരേന്ദ്രൻ പറയുന്നത്. ML അശ്വിനിയിലൂടെ കാസർഗോഡും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ ഇന്ന് BJP സ്ഥാനാർത്ഥിയാണ്. ലോക്സഭയിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ മുന്നേറ്റം നിയമസഭയിലേക്ക് പത്മജയ്ക്ക് നടത്താനാകുമെന്നും BJP കണക്കുകൂട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ 2021 രണ്ടാം സ്ഥാനത്തെത്തിയ 9 മണ്ഡലങ്ങൾ ഇത്തവണ BJP സംബന്ധിച്ച് വെറുമൊരു പോരാട്ടമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിലെ തങ്ങളുടെ അസ്തിത്വം തെളിയിക്കാനുള്ള പരീക്ഷണശാലകളാണ്. മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ കേരള നിയമസഭയിൽ BJPക്ക് എത്ര പേരുണ്ടാകും? കാത്തിരുന്ന് കാണാം. രാഷ്ട്രീയ കേരളത്തിലെ കൂടുതൽ വിഷയവുമായി വീണ്ടും കാണാം.